ഇന്ന് നമ്മളൊരു പുഡിങ്ങായിട്ട് വന്നിരിക്കുക കേട്ടോ. നമ്മുടെ ടൈഗറിൻ്റെ ബിസ്ക്കറ്റ് വെച്ചിട്ടാണ് ഞാൻ പുഡിങ് ഉണ്ടാക്കുന്നത്. വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഉണ്ടാക്കുന്നത്. പിന്നെ വിപ്പിംഗ് ക്രീമും ഉണ്ട്. ഇത് രണ്ടുമാണ് മെയിൻ ഇൻഗ്രീഡിയൻസ്. അപ്പോൾ അത് വെച്ചിട്ടാണ് പുഡിങ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ എങ്ങനെ ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. ആദ്യം നമുക്ക് ഈ ബിസ്ക്കറ്റൊക്കെ ഒന്ന് പൊടിക്കണം. ഏത് ബിസ്ക്കറ്റ് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ടൈഗറിൻ്റെ ബിസ്ക്കറ്റ് വേണമെന്നില്ല, ക്രീമില്ലാത്ത ഏത് ബിസ്ക്കറ്റ് വേണമെങ്കിലും എടുക്കാം. അറൗട്ടോ എന്ത് ബിസ്ക്കറ്റ് എടുക്കാം. പിന്നെ വിപ്പിംഗ് ക്രീമാണ്. ഞാൻ ആദ്യം ഒന്ന് പഞ്ചസാര ഒന്ന് കാരമൽ ചെയ്യട്ടെ. അപ്പം ഇത് ഒരു അരക്കപ്പ് പഞ്ചസാര ഉണ്ട്. ഇത് നമ്മൾ കാരമൽ സിറപ്പ് ഉണ്ടാക്കാൻ പോവാം കേട്ടോ. പാൻ വെച്ച് പാൻ ചൂടായി വരുമ്പോഴത്തേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇതൊന്ന് അലിഞ്ഞ് വരുമ്പോൾ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അതിലോട്ട് ഞാനൊരു സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പഞ്ചസാര അലിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ ഈ സൈഡിൽ നിന്നൊക്കെ കാരമലായി വരുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അല്ലെങ്കിൽ ആ സൈഡ് മാത്രം പെട്ടെന്ന് ഡാർക്ക് നിറം വയ്ക്കും. ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലപോലെ പഞ്ചസാര നല്ലപോലെ കാരമലായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലോട്ട് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടോ, അല്ലെങ്കിൽ ഒന്നുകൂടെ ഡാർക്ക് നിറായിട്ട് അത് കയ്പ്പ് രസം വരും. ഇനി അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് വിപ്പിംഗ് ക്രീമാണ്. വിപ്പിംഗ് ക്രീമോ ഫ്രഷ് ക്രീമോ അല്ലെങ്കിൽ ചൂട് പാലോ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് കട്ടയാവാണ്ട് നമുക്ക് കുറച്ച് ചൂടുപാൽ ചേർത്ത് കൊടുത്താൽ മതി. ഒന്ന് ലൂസാക്കാൻ വേണ്ടി. നമ്മൾ തണുത്ത് കഴിയുമ്പോൾ കുറച്ചത് കട്ടയായിപ്പോൾ നമുക്ക് കുറച്ച് ലൂസായിട്ടുള്ളത് ആണ് വേണ്ടത്. അപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടിരിക്കാം കേട്ടോ. നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം ഇതൊക്കെ ചേർത്ത് കൊടുക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ കാരമൽ ഭയങ്കര കയ്പ്പ് രസം വരും. ചെറിയൊരു പീസും കൂടെ ബട്ടർ ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ മൊത്തം 1 ടീസ്പൂൺ ബട്ടർ ചേർത്തിട്ടുണ്ട്. മെൽറ്റ് ചെയ്യാത്ത ബട്ടർ കേട്ടോ 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തത്, മെൽറ്റ് ചെയ്തതല്ല. സിറപ്പ് ഇവിടെ ഇരുന്ന് തണുക്കട്ടെ. ഇപ്പം നമുക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം ഒന്ന് വിപ്പ് ചെയ്തെടുക്കാം. കുറച്ച് മതി, അരക്കപ്പ് തന്നെയാണ് എടുക്കുന്നത്. ഇത് മതി കേട്ടോ. വിപ്പിംഗ് ക്രീം ഇത്ര വിപ്പായാൽ മതി. ഒത്തിരി അങ്ങോട്ട് കേക്കിന് വിപ്പാവുന്ന പോലെ ആവണ്ട. കുറച്ച് ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ടൈഗറിൻ്റെ ബിസ്ക്കറ്റാണ്. അപ്പം ഞാൻ മിക്സിയിൽ ജാറിലിട്ടിട്ട് അതൊന്ന് പൊടിച്ചെടുത്തിട്ട് കേട്ടോ. താഴെ വീണ ബിസ്ക്കറ്റ് തിന്നാൻ നിൽക്കുന്ന ഒരാൾ അടിച്ചോണ്ടരാം. അപ്പോൾ ഫസ്റ്റത്തെ അടിച്ചെടുത്തിട്ടോ. മുഴുവൻ അതിനകത്ത് കുഴപ്പമില്ലായിരുന്നു, കുറച്ചും കൂടെ അടിക്കാനുണ്ട്. ഞാൻ ആ പാക്കറ്റ് ഫുള്ള് എടുക്കുന്നുണ്ട് കേട്ടോ. ബിസ്ക്കറ്റ് ഫുള്ള് ഞാൻ പൊടിച്ച് കഴിഞ്ഞു. ഇനി നമുക്കിതിൽ ചെറിയൊരു പണിയും കൂടെ ഉണ്ട്. നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ചിരുന്ന ബട്ടർ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണേ. നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് നനച്ചെടുക്കാം. കൈ കൊണ്ടൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കാം. സ്പൂൺ കൊണ്ട് കുഴച്ചാൽ ശരിയാവത്തില്ല. നല്ലപോലെ കൈ വെച്ചിട്ടൊന്ന് തിരുമ്പി കൊടുക്കാം, അല്ലെങ്കിൽ ബട്ടർ അവിടെ എവിടെയും കട്ട പിടിച്ചിരിക്കും. ഈ ബട്ടർ ഈ ബിസ്ക്കറ്റിലോട്ട് ഒഴിച്ചപ്പോഴേ നല്ല ഒരു മണം, നല്ല ബട്ടറിൻ്റെ മണം. ഞാൻ പുഡിങ് സെറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഫസ്റ്റ് ലെയറായിട്ട് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ബിസ്ക്കറ്റിൻ്റെ പൊടി ആണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇങ്ങനെ പാത്രത്തിൻ്റെ അടിഭാഗത്ത് ഇങ്ങനെ നിരത്തി കൊടുക്കുകയാണ്. പിന്നെ അതൊന്ന് ഒന്നുകൂടെ നല്ലപോലെ ജാമായി സെറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബട്ടർ ഒഴിച്ച് കുറഞ്ഞു പോയെങ്കിൽ കുറച്ച് പാല് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. സ്പൂണും കൊണ്ട് ഇങ്ങനെ ഒഴിച്ച് കൊടുത്താൽ മതി. നമ്മൾ കേക്കിനൊക്കെ നനച്ച് കൊടുക്കുന്ന മാതിരി നനച്ച് കൊടുത്താൽ മതി. അപ്പോൾ നല്ലപോലെ സെറ്റായിട്ട് കുതിർന്നിരുന്നോളും.
പിന്നെ ഇതിൻ്റെ മുകളിലോട്ട് പിന്നെ ഞാൻ കാരമൽ സിറപ്പ് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയി കേട്ടോ. ആ വീഡിയോ ഞാൻ ഇത് ഇടയ്ക്കൊന്ന് പാത്രം വലുതായതുകൊണ്ട് പാത്രം ഒന്ന് മാറ്റിയിരുന്നു. അപ്പോൾ ഞാൻ ക്യാമറ ഓഫ് ചെയ്തിട്ട് പിന്നെ ഓണാക്കാൻ വിട്ടുപോയി. അപ്പോൾ ഞാൻ കാരമൽ സിറപ്പ് ഒഴിച്ചു പോയി. അപ്പോൾ കാരമൽ സിറപ്പ് ഒഴിച്ച് കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ് ഇനി കാണിക്കുന്നത്. വിപ്പിംഗ് ക്രീമാണ് അടുത്ത് നമ്മൾ ലെയറായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. വിപ്പിംഗ് ക്രീം നല്ല കനത്തിൽ വേണമെന്നുണ്ടെങ്കിൽ നല്ല കനത്തിൽ വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ അത്ര വലിയ കനത്തിലൊന്നും അല്ല വെച്ച് കൊടുക്കുന്നത്. കുറച്ച് ഒരു ലെയറും കൂടെ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ അത്ര കനത്തിലൊന്നും അല്ല കൊടുക്കുന്നത്. ഇപ്പോൾ നല്ലപോലെ വിപ്പിംഗ് ക്രീം വേണമെന്നുണ്ടെങ്കിൽ നല്ല കനത്തിൽ ഇട്ട് കൊടുക്കാം. ഇനി അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തത് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച ബാക്കി ബിസ്ക്കറ്റിൻ്റെ പൊടി ചേർത്ത് കൊടുക്കണം. ഇങ്ങനെ ലെയറായിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. ആദ്യം ബിസ്ക്കറ്റിൻ്റെ പൊടി, പിന്നെ കാരമൽ സിറപ്പ്, പിന്നെ വിപ്പിംഗ് ക്രീം, പിന്നെ ബിസ്ക്കറ്റിൻ്റെ പൊടി, കാരമൽ സിറപ്പ്, വിപ്പിംഗ് ക്രീം, അങ്ങനെയാണ് നമ്മളിത് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ ഇഷ്ടത്തിന് ഇത് സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ചെറുതായിട്ട് കൈ ഒന്ന് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നത് ഒന്ന് സെറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. രണ്ടാമത്തെ ലെയറിൽ നമ്മൾ ആദ്യത്തെ ലെയറിൽ വെച്ച് അത്ര ഒഴിക്കുന്നില്ല കേട്ടോ. നമുക്ക് മുകളിൽ കുറച്ചും കൂടെ ആവശ്യമുണ്ട്. അതുകൊണ്ട് അതിൻ്റെ ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട് കുറച്ചേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. കാരമൽ സിറപ്പ് കുറച്ചേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ രണ്ടാമത്തെ ലെയറിൽ. അത് കഴിഞ്ഞിട്ട് പിന്നെ വിപ്പിംഗ് ക്രീം ഫുള്ളായിട്ട് കവർ ചെയ്ത് കൊടുക്കുകയാണ്. ഏറ്റവും ലാസ്റ്റ് ലെയറാണ് കേട്ടോ അത്. വിപ്പിംഗ് ക്രീമൊക്കെ തേച്ച് കഴിഞ്ഞ് നമുക്കതിന് മുകളിലോട്ട് ബാക്കി വന്ന ആ കാരമലിൻ്റെ സിറപ്പ് കട്ടയായി അത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇത് കുറച്ച് ചോക്ലേറ്റിൻ്റെ ഡാർക്ക് ചോക്ലേറ്റ് ആട്ടോ. അതിൻ്റെ ഒരു കട്ടയാണ്. അപ്പോൾ നമുക്കതൊന്ന് ചെറുതായിട്ടൊന്ന് അതിലൊന്ന് ചീകിയിട്ട് കൊടുക്കാം. ഒന്ന് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഞാൻ വെറുതെ കയ്യിലുള്ളതുകൊണ്ട് അങ്ങനെ ഇട്ട് കൊടുത്തതേ ഉള്ളൂ. ചോക്ലേറ്റ് ഒന്നും വേണം നിർബന്ധമൊന്നുമില്ല. കുറച്ച് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടിട്ട് പിന്നെ ബാക്കി ഞാൻ ചോക്ലേറ്റ് ചിപ്സ് നിരത്തി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഫ്രിഡ്ജിലോട്ടൊന്ന് വെക്കാൻ പോവാണ്. സെറ്റ് ചെയ്യാൻ വെക്കാണ്. ഒരു മണിക്കൂറൊക്കെ വെച്ചാൽ മതിയാവും. ഞാൻ എന്തായാലും ഇത് വെക്കട്ടെ. ഫ്രിഡ്ജിലാണ് വെക്കുന്നത്, ഫ്രീസറിലല്ല. അപ്പോൾ ഇതാ പുഡിങ് സെറ്റായി വന്നിട്ടുണ്ട്. ഇത് നമ്മൾ സ്പൂൺ കൊണ്ട് കോരി കഴിക്കാവുന്ന വിധത്തിലാണ്. നമുക്ക് കേക്കൊക്കെ കട്ട് ചെയ്യുന്ന മാതിരി കട്ട് ചെയ്യാൻ കഴിയില്ല കേട്ടോ. ഇത് അങ്ങനെ കട്ട് ചെയ്ത് പീസായിട്ട് എടുക്കാൻ കഴിയില്ല. നമ്മൾ സ്പൂൺ കൊണ്ട് കോരി തിന്നുന്ന പരുവത്തിലാണ് നമുക്കിത് എടുക്കാൻ കഴിയുക. എങ്കിലും ഞാനത് എടുത്ത് കാണിച്ചു തരാം. നമ്മളെ പുഡിങ് സെറ്റായി വന്ന് നമ്മളിത് കഴിച്ച് നോക്കാൻ പോട്ടോ. രസമുണ്ടോ? ഞാൻ കഴിച്ചോട്ടെ. വാലിട്ട് അലിഞ്ഞു പോകുന്നൊരു സാധനം. നമ്മൾ ബിസ്ക്കറ്റൊക്കെ പൊടിച്ചോണ്ടേ ആ ക്രീമും അല്ല, പിന്നെ കാരമൽ മാത്രമേ ഉള്ളൂ കുറച്ച് കട്ടിയായത്. നല്ല രസമുണ്ട്. അടിപൊളി പുഡിങ്. എളുപ്പത്തിൽ ഉണ്ടാക്കട്ടെ. അത് വലിയ പണിയൊന്നുമില്ല. കാരമൽ സിറപ്പ് ഉണ്ടാക്കുന്ന പണി മാത്രമേ ഉള്ളൂ. പിന്നെ ബീറ്റർ ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കുകയും ചെയ്യാം. സൂപ്പർ പുഡിങ്ങാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഇതേപോലത്തെ പുതിയ വെറൈറ്റിയുള്ള വീഡിയോ ആയിട്ട് വീണ്ടും വരും. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോയിൽ കാണാം. ബൈ ബൈ പറയും.